ബ്രിട്ടീഷുകാർ തോക്കിനേക്കാൾ ഭയന്ന ഒരു ആയുധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? 1772 അതായത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് 85 വർഷം മുൻപ് ശിവഗംഗ എന്ന നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി ആർക്കോട്ട് നവാബുമായി ചേർന്ന് ആക്രമിച്ചു. അവിടെ വെച്ച് കമ്പനി പട്ടാളത്തെ അക്ഷരാർത്ഥത്തിൽ മുട്ടുകുത്തിച്ച ഒരായുധമുണ്ടായിരുന്നു. അതാണ് വളരി. ഒരു ചെറിയ മൂളക്കത്തോടെ പറന്നെത്തി ശത്രുവിന്റെ കഴുത്തറക്കുന്ന വളരി ഓസ്ട്രേലിയയിലെ ബൂമറാങ്ങിനോട് സാമ്യമുള്ള എന്നാൽ തിരിച്ചെത്താൻ ഉദ്ദേശിക്കാത്ത ഒരു മാരകായുധം. ശിവഗംഗയിലെ മുരുതു സഹോദരന്മാർ പോലുള്ള ധീരയോദ്ധാക്കൾക്ക് വളരിയുടെ ഉപയോഗത്തിൽ അതീവ വൈദഗ്ധ്യമുണ്ടായിരുന്നു. ചക്കിലിയാർ, മറവർ, കള്ളർ എന്നീ സമുദായങ്ങളുടെ പോരാട്ടതന്ത്രങ്ങളുടെ കാതൽ കൂടിയായിരുന്നു ഈ ആയുധം. വളരി കേവലം ഒരായുധമല്ല, ദക്ഷിണേന്ത്യയിലെ തദ്ദേശീയ പ്രതിരോധത്തിന്റെയും ഭൗമരാഷ്ട്രീയ ശക്തിയുടെയും പ്രതീകമായാണ് അത് നിലകൊണ്ടത്. കൊളോണിയൽ ഭരണത്തിന് കനത്ത വെല്ലുവിളി ഉയർത്തിയതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഈ ആയുധത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചത്. ഇതുവഴി തദ്ദേശീയ ആയുധങ്ങൾ കൈവശം വയ്ക്കുന്നത് നിയമപരമായി ക്രിമിനൽ കുറ്റമാക്കുകയും വളരിയെ നിരോധിക്കുകയും ചെയ്തു. ഒരു ജനതയുടെ ആയുധങ്ങളെ നിയന്ത്രിക്കുന്നത് അവരുടെ ചെറുത്തുനിൽപ്പിനുള്ള മനോബലത്തെ തകർക്കുന്നതിന് തുല്യമാണ്. ഇന്ന് വളരിയുടെ ഉയർത്തെഴുന്നേൽപ്പ് ഒരായുധമെന്ന നിലയിലല്ല, മറിച്ച് ദേശീയ പൈതൃകത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുന്നു. തമിഴ്നാട്ടിലെ മ്യൂസിയങ്ങളും പുരാവസ്തു വകുപ്പുകളും വളരിയെ വീണ്ടും ജനങ്ങളിലേക്കെത്തിക്കുന്നു. ഇത് വെടിയുണ്ടകളേക്കാൾ ശക്തമായ പോരാട്ടങ്ങളെപ്പറ്റിയും ഇന്ത്യൻ സാംസ്കാരിക അഭിമാനത്തെ വീണ്ടെടുക്കേണ്ടതിന്റെ ആവശ്യമെന്തെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു.